കഴിഞ്ഞ ദിവസമാണ് കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഏപ്രിൽ 9-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. മെയ് 4-ന് വോട്ടെണ്ണി ഫലം പുറത്തുവരും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ അരമണിക്കൂറിന് അകം തന്നെ LDFിലെ പ്രമുഖ കക്ഷികളായിട്ടുള്ള CPM-ഉം CPI-യും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM ഇത്തവണ 86 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. അതിൽ 81 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPI 25 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നവർ 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി പ്രചരണ രംഗത്തൊക്കെ തന്നെ മുൻതൂക്കം നേടാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് CPM അത്തരമൊരു നീക്കം നടത്തിയതെന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ CPM-നുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ഒഴിവാക്കപ്പെട്ട MLA-മാർക്കും സിറ്റിംഗ് MLA-മാർക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അത് പലയിടങ്ങളിലും പാർട്ടിക്ക് വലിയ രീതിയിൽ തലവേദനയായിട്ട് മാറുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം അത് പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന് പറയുന്ന മണ്ഡലമാണ്. പാലക്കാട് നമുക്കറിയാം ആകെ 12 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ 10 മണ്ഡലങ്ങളും LDF-നൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. UDF-നെ സംബന്ധിച്ച് പാലക്കാടും മണ്ണാർക്കാടും എന്നിങ്ങനെ 2 മണ്ഡലങ്ങൾ മാത്രമാണ് ജയിച്ചത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ LDF മികച്ച വിജയം നേടി. അതിൽ തന്നെ ഈ പറയുന്ന നെന്മാറ, ആലത്തൂര് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ CPM-നെ സംബന്ധിച്ച് അവരുടെ ഉറച്ച കോട്ടകളായിട്ട് അറിയപ്പെടുന്നതാണ്. നെന്മാറ മണ്ഡലം 2009-ലെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. 2011-ലാണ് അത് നിലവിൽ വന്നത്. അതിനുശേഷമുള്ള 3 തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് CPM വിജയിക്കുന്ന മണ്ഡലമാണ്. 2011-ലെ തെരഞ്ഞെടുപ്പിൽ നെന്മാറ മണ്ഡലത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വി ചെന്താമരാക്ഷൻ ഏതാണ്ട് 2649 വോട്ടുകൾക്കാണ് അവിടെ നിന്നും വിജയിച്ചത്. അന്ന് CMP-യിലെ സമുന്നത നേതാവായിരുന്ന MB രാഘവനെയാണ് വി ചെന്താമരാക്ഷൻ പരാജയപ്പെടുത്തിയത്. 2016-ലേക്ക് വരുമ്പോൾ ചെന്താമരാക്ഷനെ മാറ്റി അവിടെ K ബാബു ആണ് മത്സരരംഗത്തേക്ക് CPM-ന് വേണ്ടി എത്തിയത്. 2016-ൽ കോൺഗ്രസ് ആണ് ആ മണ്ഡലത്തിൽ മത്സരിച്ചത്. അവിടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് പാലക്കാട് മുൻ DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള AV ഗോപിനാഥിനെയാണ് ഇറക്കിയത്. എന്നാൽ അവിടെ ഏതാണ്ട് 7600-ലധികം വോട്ടുകൾക്ക് ഗോപിനാഥ് തോറ്റു. K ബാബു തന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നും വിജയിച്ച് കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. 2021-ലേക്ക് വരുമ്പോൾ K ബാബു വീണ്ടും വിജയം ആവർത്തിക്കുകയാണ്. അത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 28,000-ഓളം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ 2021-ൽ K ബാബു നെന്മാറ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. അന്ന് അവിടെ മത്സരിച്ചത് 2011-ന് സമാനമായിട്ട് CMP-ക്കാണ് ആ സീറ്റ് കൊടുത്തത്. അവിടെ CN വിജയകൃഷ്ണൻ എന്ന് പറയുന്ന CMP-യുടെ പ്രമുഖ നേതാവാണ് അവിടെ മത്സരിച്ചത്. എന്നാൽ അവിടെ UDF-ന് മെച്ചപ്പെട്ട ഒരു പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ തുടർച്ചയായിട്ട് 2 തവണ വിജയിച്ച CPM-ന്റെ MLA-മാരിൽ ഒരാളാണ് K ബാബു. ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾ വന്നപ്പോൾ പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ ഈ പറയുന്ന 2 ടേം വ്യവസ്ഥ നിർബന്ധമായി നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായത്. അങ്ങനെയാണ് മട്ടന്നൂർ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിൽ നിന്നും സിറ്റിംഗ് MLA-മാരെ മാറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. എന്നാൽ നെന്മാറ മണ്ഡലത്തിൽ നിന്നും ഉള്ള അഭിപ്രായം അവിടെ K ബാബുവിനെ പോലെ ജനകീയനായിട്ടുള്ള ഒരു നേതാവിന് തുടർച്ചയായിട്ട് 3-ാം തവണയും ഒരു അവസരം കൊടുക്കണം എന്നതായിരുന്നു. എന്നാൽ അത് സംസ്ഥാന നേതൃത്വം ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ K ബാബു സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ളൊരു അതൃപ്തി പ്രകടമാക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. അതായത് K പ്രേമനെ അവിടെ ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ തനിക്ക് മറ്റു പലർക്കും നമുക്കറിയാം പല മണ്ഡലങ്ങളിലും ഇത്തവണ ഏതാണ്ട് 56 മണ്ഡലങ്ങളിലാണ് CPM സിറ്റിംഗ് MLA-മാരെ ഇറക്കുന്നത്. അതിൽ പലയിടങ്ങളിലും 2 ടേം വ്യവസ്ഥ കഴിഞ്ഞ തുടർച്ചയായിട്ട് 3-ാം തവണ മത്സരിക്കുന്ന പല നേതാക്കളുമുണ്ട്. തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനെ പോലെ V ജോയിയെ പോലുള്ളവരുണ്ട്. പത്തനംതിട്ടയില് ആറന്മുളയില് വീണ ജോർജിനെ പോലെയുള്ള നേതാക്കളുണ്ട്. അത്തരത്തിൽ പല നേതാക്കളും ഈ 2 ടേം വ്യവസ്ഥ പിന്നിട്ട് വീണ്ടും മത്സരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ K ബാബുവിന് ആ ഒരു ഇളവ് കൊടുക്കുന്നില്ല. പാർട്ടിയുടെ ഉറച്ച സീറ്റാണ് എന്നുള്ള ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് K ബാബുവിനെ അവിടെ നിന്ന് മാറ്റുന്നത്. അത് അവിടുത്തെ പ്രാദേശിക CPM നേതാക്കൾക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. നെന്മാറ മണ്ഡലത്തിലെ നേതാക്കളും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടത് K ബാബുവിന് ഒരിക്കൽ കൂടി അവസരം കൊടുക്കണം എന്നതാണ്. പക്ഷേ അത് സംസ്ഥാന നേതൃത്വം ചെവിക്കൊണ്ടില്ല. പകരം K പ്രേമൻ എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥാനാർത്ഥി അവിടെ രംഗത്തിറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം K ബാബു പ്രകടിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരുപക്ഷെ പാർട്ടിയിൽ നിന്നും പുറത്തു പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആ രീതിയിൽ അദ്ദേഹം
ഈ പറയുന്നത് പോലെ ഒരു അതൃപ്തി പരസ്യമാക്കുകയാണ്. അദ്ദേഹവുമായിട്ട് പല ദൃശ്യമാധ്യമങ്ങളും സംസാരിച്ചു, ബന്ധപ്പെട്ടു, ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോഴൊക്കെ തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുമ്പോൾ തനിക്ക് അതൃപ്തി ഇല്ലെന്നോ ഒന്നും തന്നെ അദ്ദേഹം പറയുന്നില്ല. അതിൽ നിന്നും തന്നെ അദ്ദേഹത്തിന്റെ അതൃപ്തി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാലുള്ള ഒരു വിഷമം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ പാർട്ടി വിടില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ താൻ ഉറച്ചു നിൽക്കാൻ അടിയുറച്ച ഒരു CPM നേതാവായിട്ട് താൻ നിൽക്കും, ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് താൻ CPM-ൽ തന്നെ ഉണ്ടാകും എന്ന് പറയാനും കെ ബാബു സന്നദ്ധനാകുന്നില്ല. അവിടെയാണ് CPM-നെ വലിയ രീതിയിൽ അത് പ്രതിസന്ധിയിലാക്കുന്നത്. സാധാരണഗതിയിൽ അത്തരത്തിൽ പല നേതാക്കളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ കെ ബാബു അങ്ങനെ പറയുന്നില്ല. താൻ CPM-നൊപ്പം എന്നും അടിയുറച്ചു നിൽക്കുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ തനിക്ക് അതൃപ്തി ഇല്ല എന്നോ ഒന്നും തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കെ ബാബുവിന് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ രീതിയിലുള്ള അമർഷമുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് CPM-ഉം ഒപ്പം തന്നെ മറുവശത്ത് UDF-ഉം എല്ലാം ചെയ്യുന്നത്. കെ ബാബുവുമായിട്ട് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പല നേതാക്കളും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അതൃപ്തി മുതലെടുത്തുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനുള്ള ഒരു നീക്കങ്ങളും അതിന്റെ സാധ്യതകളും ഒക്കെ തന്നെയാണ് പാലക്കാട് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. അദ്ദേഹം അത്തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ നിഷേധിക്കുന്നുമില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് CPM-നെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയുണ്ടാക്കും. കാരണം തുടർച്ചയായിട്ട് 2 തവണ വിജയിച്ച ഒരു MLA ആണ് കെ ബാബു. അദ്ദേഹം അവിടെ ഒരു സ്വതന്ത്രനായിട്ടോ അല്ലെങ്കിൽ റിബലായിട്ടോ ഒക്കെ തന്നെ മത്സരിക്കുകയാണെങ്കിൽ അത് CPM-നെ വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന കാഴ്ച ഒരു സാഹചര്യമാകും ഉണ്ടാവുക. നമുക്കറിയാം, അമ്പലപ്പുഴയിൽ സമാനമായ രീതിയിൽ കേരളത്തിലെ തന്നെ സ്വതന്ത്ര നേതാവായ മുൻ മന്ത്രിയും ഒക്കെ ആയിരുന്ന G. സുധാകരൻ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. അത് CPM-ന് വലിയൊരു തിരിച്ചടി ഇതിനോടകം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അമ്പലപ്പുഴയിൽ മാത്രമല്ല, സംസ്ഥാന തലത്തിൽ തന്നെ അത് ചർച്ചയായിട്ടുണ്ട്. അങ്ങനെ പാലക്കാട് പോലെ ഒരു ജില്ലയിൽ, നെന്മാറ മണ്ഡലത്തിൽ അത്തരത്തിൽ ഒരു സിറ്റിംഗ് MLA ഇതുപോലെ വീണ്ടും പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ CPM-ന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ കെ ബാബുവിന്റെ അതൃപ്തി പരമാവധി മുതലെടുക്കാനുള്ള ഒരു നീക്കമാണ് UDF കോൺഗ്രസ് നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ കെ ബാബുവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ UDF-ന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കെ ബാബു നെന്മാറയിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.